നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2026 ഇനിയൊരു 6 മാസക്കാലം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊരു കിരീടം കൂടി സ്വന്തമാക്കാനുള്ള അവസരം ലഭിക്കുകയാണല്ലോ. അത് വേൾഡ് കപ്പാണ്. കഴിയുമോ പോർച്ചുഗലിന് ആ വേൾഡ് കപ്പ് കിരീടം ചൂടാൻ? ചോദ്യം വിറ്റിഞ്ഞയോടാണ്. PSG താരം പോർച്ചുഗലിൻ്റെ മധ്യനിരയിലെ മാന്ത്രികൻ മാർക്കൊക്കെ നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് അദ്ദേഹത്തോട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഇൻ 6 months യു വിൽ ഹാവ് ദി ചാൻസ് ടു ആഡ് അനദർ ടൈറ്റിൽ ടു യുവർ ലിസ്റ്റ് ഓഫ് അച്ചീവ്മെൻറ്റ്സ്. ഐ ആം റെഫറിങ് ടു ദി വേൾഡ് കപ്പ്. ഡു യു തിങ്ക് ദാറ്റ്സ് പോസിബിൾ എന്നാണ് ചോദ്യം. അദ്ദേഹത്തിൻ്റെ മറുപടി ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും പറ്റും. പോർച്ചുഗലിന് വളരെ മികച്ചൊരു ടീമുണ്ട്. അടുത്ത വേൾഡ് കപ്പിലേക്ക് ഞങ്ങളൊരു ഫേവറിറ്റ്സാണ്. തീർച്ചയായിട്ടും മറ്റ് നല്ല ടീമുകളുണ്ട്, കണ്ടൻറ്റേഴ്സായിട്ട് മറ്റ് ടീമുകളുണ്ട് എന്നുള്ളത് ഞാൻ മറക്കുന്നില്ല. എന്തർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ PSG ഞങ്ങൾ കിരീടങ്ങൾ ചൂടിയല്ലോ, അത് ഞങ്ങൾ ക്ലബ് ലെവലിൽ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അവിടെ എല്ലാ ദിവസവും ഞങ്ങൾ ഇമ്പ്രൂവ് ആവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ ദേശീയ ടീമിൽ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യും. വേൾഡ് കപ്പ് വിജയമാണ് ഞങ്ങളുടെ ലക്ഷ്യം. എൻ്റെ ടീംമേറ്റ്സ്, ദേശീയ ടീമിലുള്ള ടീംമേറ്റ്സ് തീർച്ചയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ നേഷൻസ് ലീഗ് നേടി. ആ ഒരു പ്രകടനം റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട്. അൺഫോർഗറ്റബിൾ ആയിട്ടുള്ളൊരു സീസണാണ് കടന്നു പോയത്. ഓഫ് കോഴ്സ് അത് റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട്. എനിക്ക് നന്നായിട്ടറിയാം ഇത് വളരെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞങ്ങൾ ഈ സെയിം പാത്തിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, വിജയത്തിലേക്ക് ഞങ്ങളെ നയിച്ചത് എന്താണ് എന്നുള്ളത് മറക്കാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കിരീട നേട്ടം റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിലുണ്ട്, ഒരുപാട് സ്മോൾ ഡീറ്റെയിൽസ് ഉണ്ട് നമുക്ക് ആ ഒരു നേട്ടത്തിലേക്ക് എത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പോൾ PSG കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു വർക്ക് എത്തിക്ക് ഈ ഒരു വർഷം ഉണ്ടായിരുന്നു. അത് വളരെ വളരെ കമൻറ്റബിളാണ്. പക്ഷേ DCC മൊമെൻറ്റ്സിലെ ലക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ വീണ്ടും ഞങ്ങൾക്ക് ആവശ്യമാണ് വേൾഡ് കപ്പിലാണെങ്കിൽ പോലും. പക്ഷേ ആ ഒരു ലക്ക് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം വർക്ക് ചെയ്യണം. PSG ഞങ്ങളെല്ലാം വീണ്ടും നേടാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അതുപോലെ ദേശീയ ടീമിനോടൊപ്പം വേൾഡ് കപ്പും ഞങ്ങളുടെ ലക്ഷ്യമാണ് എന്നാണ് ഇപ്പോൾ വിറ്റിഞ്ഞ് പറയുന്നത്. PSG അദ്ദേഹം ഇങ്ങനെ ഒരു ലാൻഡ്മാർക്കായിട്ട് വരുന്ന മറ്റൊന്നും കൊണ്ടല്ല. ഒരിക്കൽ പോലും PSG ഒരു യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം ചൂടിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ അവരത് നേടിയെടുത്തു. അതേപോലെ ഒരിക്കൽ പോലും ഇതുവരെ പോർച്ചുഗൽ ഒരു വേൾഡ് കപ്പ് കിരീടം ചൂടിയിട്ടില്ല. ഇത്തവണ അതിനാകുമെന്ന് അദ്ദേഹത്തിന് വിശ്വാസം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.